നമസ്കാരം. സ്ത്രീ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിവിധിയെയും സംരക്ഷണത്തിനെക്കുറിച്ചും പറയുവാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് എലിക്സിർ ആയുർവേദിക് വെൽനസ് സ്പാ നടത്തുന്ന ഡോക്ടർ രശ്മിയാണ്. രശ്മി, സ്വാഗതം. രശ്മി, ഈ ത്വക്കിൽ നമ്മുടെ തൊലിയിലുണ്ടാകുന്ന പലതരം രോഗങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മെയിൻ എന്തൊക്കെ തരം രോഗങ്ങളാണ് നമ്മളെ അലട്ടുന്നത്? ത്വക്കിൽ നമുക്ക് ധാരാളം തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ തന്നെ ഈ നമുക്ക് തൊലിയിൽ ചുമന്ന റാഷസ് പോലെ വരാറുണ്ട്, അല്ലാതെ പൊട്ടി ഒലിക്കാറുണ്ട്. അങ്ങനെ പലതരം രോഗങ്ങൾ വരുന്നുണ്ട്. അതിന് പല പേരുകളും പറയാറുണ്ട്. ഇപ്പൊ ആയുർവേദത്തിൽ തന്നെയാണെങ്കിലും ത്വക്ക് രോഗങ്ങൾ പല പ്രകരണത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കുഷ്ഠരോഗ പ്രകരണം, കുഷ്ഠരോഗം ഒരു തരം, അത് സാധാരണയുള്ള ത്വക്ക് രോഗങ്ങളെല്ലാം അതിലാണ് വരുന്നത്. വിസർപ്പം എന്ന് പറഞ്ഞ് വേറൊരു പ്രകരണമുണ്ട്. അതിൽ കൂടുതൽ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന തരം ത്വക്ക് രോഗങ്ങളും പിന്നെ കൂടുതൽ ചുമപ്പും ഇതുമൊക്കെ ഉള്ള ത്വക്ക് രോഗങ്ങളാണ് പറയുന്നത്. പിന്നെ വരുന്നത് ശുത്രം, അതായത് നമ്മുടെ ഇപ്പം ല്യൂക്കോഡേമ എന്ന് പറയുന്ന ശുത്രം എന്ന് പറഞ്ഞ രോഗമുണ്ട്. പിന്നെ അത് കൂടാതെ അല്ലാതെ നമ്മുടെ ഈ മുഖക്കുരു അല്ലാതെ മുഖത്ത് വരുന്ന ചെറിയ അങ്ങനെ ക്ഷുദ്ര രോഗങ്ങൾ എന്ന് പറഞ്ഞ് വേറൊരു പ്രകരണമുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ആധുനിക രീതിയ അല്ലെങ്കിൽ സാധാരണ നമ്മൾ പറയുന്ന ത്വക്ക് രോഗങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്നതാണ്. അതിൽ തന്നെ ഈ കുഷ്ഠരോഗങ്ങൾ എന്ന് പറയുന്നത് തന്നെ 18 വിധത്തിൽ ഉണ്ട്. അപ്പൊ അങ്ങനെ പല നമ്മുടെ ലക്ഷണങ്ങൾ വെച്ചും ഉണ്ടാകുന്ന സ്ഥലങ്ങൾ വെച്ചും സ്പ്രെഡ് ചെയ്യുന്ന രീതി വെച്ചും പിന്നെ അല്ലെങ്കിൽ അതിന്റെ ഇങ്ങനെ ഒലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തൊലി ഇളകുന്നുണ്ടോ, അങ്ങനെ പലതരം ഇത് വെച്ചാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ആയുർവേദം നമുക്കറിയാലോ 3 ദോഷങ്ങളുടെ ആണ് അതിന്റെ പ്രധാന അടിസ്ഥാനം. അപ്പോൾ ഈ വാതപിത്ത കഫങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ അവ കോപിക്കുന്ന സമയത്ത് ഇങ്ങനെ 2 ദോഷം കോപിച്ചിട്ടുണ്ടാകുന്നത് ഈ രീതിയിലുള്ള സ്കിൻ ഡിസീസ് ആണ്, അല്ലെങ്കിൽ കുഷ്ഠമാണ്. അല്ലെങ്കിൽ 3 ദോഷവും ചേർന്നിട്ടുള്ളത് വേറെ, അതിന്റെ ലക്ഷണങ്ങൾ വേറെ ആയിരിക്കും. അങ്ങനെ ആ തരത്തിലാണ് ഒരു 18 തരത്തിലുള്ള കുഷ്ഠരോഗങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കിപ്പോ ഒരു രോഗം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പേര് കണ്ടുപിടിക്കണമെന്നില്ല. നമുക്ക് ഏതെങ്കിലും ഏത് ദോഷമാണ് അവിടെ ദുഷിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളത് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ചികിത്സ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല, ഇപ്പൊ ക്ലാസിഫൈ ഇപ്പൊ നമ്മളിപ്പം സപ്പോസ് ആദ്യം ഇപ്പം ഈ കുഷ്ഠരോഗം തന്നെ എടുക്കാം. അതിപ്പോ 18 തരം ഉണ്ടെന്നും പറഞ്ഞു. ഈ ഓരോ തരവും നമുക്കിപ്പം ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിൽ ഏതാണ് എന്തിന്റെ ഇംബാലൻസ് കൊണ്ടാണ് ഇതുണ്ടായതെന്നുള്ളതാണ് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വളരെ ലൈറ്ററായിട്ട്, അതായത് എന്ത് സ്കിൻ ഡിസീസസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ തന്നെ അത് കൊണ്ടുവന്ന് കാണിക്കുന്നത് വലിയ അത്യാവശ്യമാണ്. കാരണം ഏതൊരു രോഗത്തെയും അതിന്റെ ആദ്യത്തെ സ്റ്റേജിലാണെങ്കിൽ ചികിത്സിക്കാൻ എളുപ്പമാണ്. അതെ, അത് വളരെ ശരിയാണ്. അത് മാത്രമല്ല, ത്വക്ക് രോഗങ്ങൾക്കുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ ആൾക്കാർക്കൊരു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വേദനയാണ് വരുന്നതെങ്കിൽ അവർ എന്തെങ്കിലും പെയിൻ കില്ലർ കഴിച്ചിട്ട് സാധാരണ ജോലികളിൽ ഏർപ്പെടാറുണ്ട്. പക്ഷേ ത്വക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അത് ഒരാളുടെ മാനസിക നിലയെ തന്നെ അങ്ങ് ബാധിക്കും. കാരണം പ്രത്യേകിച്ച് മുഖത്തോ കയ്യിലോ കഴുത്തിലോ ഒക്കെ ആണെങ്കിൽ ബാക്കിയുള്ളവർ കാണും അവരുടെ കർമ്മ മേഖലയെ അല്ലെങ്കിൽ കർമ്മശേഷി വരെ അത് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ചികിത്സിച്ച് മാറ്റാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. പിന്നെ നമുക്ക് ഇത് ഉണ്ടാകാൻ, ഈ ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകാൻ പല കാരണങ്ങൾ ഇപ്പം ആധുനിക ശാസ്ത്രത്തിൽ പറയുന്നതനുസരിച്ച് ചിലപ്പോൾ ചില ഇൻഫെക്ഷൻസ് കൊണ്ട് ഉണ്ടാവാം ത്വക്കിന്. അതായത് ഒരുപാട് പൊല്യൂഷനും നമ്മൾ കഴിക്കുന്ന ആഹാരവും എന്ത് രീതിയിലും ഒരുപാട് സ്ഥലത്തു നിന്നാണല്ലോ അറ്റാക്ക് വരുന്നത്. അതെ, അത് തന്നെ ഈ അങ്ങനെ ഈ ഫംഗസ് തുടങ്ങിയ ഇൻഫെക്ഷൻസ് കൊണ്ടുവരാം. അതല്ലാതെ വരുന്ന കുറേ രോഗങ്ങളുണ്ട്. അതായത് ഈ സോറിയാസിസ്, എക്സിമ, പലതരത്തിലുള്ള എക്സിമ തുടങ്ങിയ. അപ്പോൾ അങ്ങനെ വരുന്ന രോഗങ്ങളെല്ലാം ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നുള്ള ഒരു വിഭാഗത്തിലാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. പ്രത്യേകിച്ച് കാരണമില്ല. ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് പറയാം. ചിലപ്പോൾ ടെൻഷൻ കൂടും, സ്ട്രെസ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആഹാരങ്ങൾ, അല്ലെങ്കിൽ കാലാവസ്ഥ, ഇതൊക്കെ ട്രിഗർ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് എന്തുകൊണ്ട് വരുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് എന്തുകൊണ്ട് കാരണം എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോ പക്ഷെ ആയുർവേദത്തിലാണെങ്കിൽ ഇതിനെല്ലാം ഓരോ കാരണങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കുഷ്ഠരോഗങ്ങൾ, ഈ സ്കിൻ ഡിസീസസ് എല്ലാം വരുന്നതിന് കുറെ കാരണങ്ങൾ പറയുന്നുണ്ട്. അതിന് പ്രധാനമായ ഒരു കാരണമാണ് വിരുദ്ധ ആഹാരം കഴിക്കുന്നത്. അതിപ്പോഴത്തെ അത് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം ഇപ്പം ശരിക്കും എങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടത്, അതായത് എന്ത് ആഹാരം എന്തിന്റെ കൂടെ കഴിച്ചുകൂടാ എന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. നമുക്കൊരു ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ അത് എന്താണ് ഈ വിരുദ്ധ ആഹാരം എന്ന് പോലും അറിയാത്തവർ എത്രയോ പേര് കാണും. അതെ, കാരണം ഇപ്പൊ ഈ പറയുന്ന ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന വിരുദ്ധ ആഹാരങ്ങൾ
നമുക്ക് നോക്കുമ്പോൾ കാണാം മിക്ക ആൾക്കാരും അത് തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് തൈരും കോഴിയിറച്ചിയും ഒരിക്കലും ഒരുമിച്ച് കഴിക്കാൻ പറ്റുന്നതല്ല. അത് വളരെ വിരുദ്ധമായിട്ടുള്ള ആഹാരമാണ്. പക്ഷെ പലരും അങ്ങനെ കഴിക്കാറുണ്ട്. പക്ഷെ അതിൽ ചില പ്രിപ്പറേഷൻസിൽ ഇറച്ചിയും പിന്നെ തൈരിൽ കുക്ക് ചെയ്യാറുണ്ട്. അത് ശരിക്കും വിരുദ്ധമായിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഒരാള് ഇന്നൊരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അത് കഴിച്ചത് കൊണ്ടൊന്നും പറ്റുന്നില്ല. പക്ഷെ സ്ഥിരമായിട്ട് നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭാവിയിൽ കാരണം മനസ്സിലാകാത്ത രോഗങ്ങൾ, അതുപോലെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്ന പലതരത്തിലുള്ള രോഗങ്ങളും ഇതൊക്കെ കാരണമായിരിക്കാം ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ പുളിയുള്ള പഴങ്ങളും പാലും കൂടെ ചേർക്കുന്നത്, അതുപോലെ മീനും മോരും അല്ലെങ്കിൽ പാലും, ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് എല്ലാം വിരുദ്ധമാണ്. അപ്പൊ ഇത് നമ്മൾ അറിയാതെ ഇത് കുറെ ദിവസം തുടർച്ചയായിട്ട് കഴിക്കുന്നു, അറിയുന്നില്ല. പക്ഷെ അതിന്റെ ആ വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ തങ്ങി നിന്ന് കാലക്രമേണ പല തരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാവുന്നു. അപ്പോൾ അതിന് ഈ ത്വക്ക് രോഗങ്ങൾ അതിലൊരു ഒരു കാരണമാണ്. പിന്നെ വേറെയും കാരണമുണ്ട്. അതായത് നമ്മൾ വ്യായാമമൊക്കെ ചെയ്ത് ശരീരം ചൂടായിരിക്കുന്ന സമയത്ത് തണുത്ത വെള്ളം കുടിക്കുക. അതെല്ലാരും ചെയ്യുന്ന കാര്യമാണ്. വേഗം വന്ന് ഫ്രിഡ്ജ് തുറന്ന് നല്ലോണം തണുത്ത വെള്ളം എടുത്ത് കുടിക്കും. അതൊരു കാരണമാണ്. പിന്നെ കഴിച്ച ആഹാരം ദഹിക്കുന്നതിന് മുമ്പ്, നല്ല ഗുരുവായിട്ടുള്ള ആഹാരം, നല്ല കട്ടിയുള്ള ആഹാരം കഴിച്ചിട്ട് അത് ദഹിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്തത് പിന്നെയും കഴിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ. പിന്നെ അല്ലെങ്കിൽ ഉപവാസം, ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഹെവി ആയിട്ട് കഴിക്കുക ഫുഡ്. അങ്ങനെ പിന്നെ പലതരം ഈ പാല്, തൈര്, മത്സ്യം, പ്രത്യേകിച്ച് സീ ഫുഡ് എന്ന് പറയുന്ന തരത്തിലുള്ള ചെമ്മീൻ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. അതിപ്പം ഇടയ്ക്ക് വല്ലപ്പോഴും കഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് കൂടുതൽ ഇപ്പൊ രശ്മി പറയുന്ന മനസ്സിലാക്കുന്നത് ഒന്നും അമിതമാവരുത്. എല്ലാം മിതമായിട്ടൊരു ലെവലിൽ പോവുകയാണെങ്കിൽ വലിയ പ്രയാസം ഉണ്ടാവില്ല. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഹലോ, എന്താ പേരെന്താണ്? കേക്കാം. എന്താണ് പേരെന്താണ്? ചോദിച്ചോളൂ കേട്ടോ. ചോദിച്ചോളൂ ശ്രീകുമാർ. ഞാനൊരു 4 വർഷം കൊണ്ട് ശരീരത്തിൽ അലർജി കാരണം ഒക്കാസറ്റിന്റെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മാഡം. അലർജി ഒരു ദിവസം ഗുളിക മുടങ്ങുന്നുണ്ടെങ്കിൽ ശരീരം അലർജി എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ചൊറിച്ചിലാണോ? ചൊറിച്ചിലാണ്. ഒരു ദിവസം ഒക്കാസറ്റിന്റെ ഗുളിക കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ സമയം കഴിയുമ്പോ ശരീരത്തിൽ ചൊറിഞ്ഞിട്ട് ഉറുമ്പ് കടിച്ച് തണുക്കും പോലെ, അണപ്പുഴു കടിച്ച് തണുക്കും പോലെ തണുത്ത് വരും. ഇത് എപ്പോഴാണ്? ഹലോ ശ്രീകുമാർ, ടിവിയുടെ വോളിയം കുറയ്ക്കണേ, എന്നിട്ട് ഫോണിൽ ശ്രദ്ധിക്കണം. ശരി, ഇനി ചോദിച്ചോളൂ. അപ്പൊ ഈ ഡൈ അടിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ ഡൈ നിർത്തി നോക്കി, ഷോപ്പുകൾ നിർത്തി നോക്കി. പിന്നെ കൂടെ ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. ഈ മേക്കപ്പ് കഴിക്കും, മനസ്സിലായി. കൂടെ ഇത് പക്ഷേ അതില്ലാത്ത സമയത്ത് മേക്കപ്പ് ആണ്. ഇത് ദേഹം മുഴുവനുള്ളതല്ലേ, മുഖത്ത് മാത്രമല്ലല്ലോ? ഹലോ, ഇത് ദേഹം മുഴുവൻ വരുന്നതല്ലേ? അത് ഇപ്പൊ പറയുന്നത് കേട്ടിട്ട് ശീതപിത്തം എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്, ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതാണെന്നാണ് ആർട്ടിക്കേരിയ എന്ന് നമുക്ക് പറയുന്ന ആ ഒരു അസുഖമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കാണാതെ നമുക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ശീതപിത്തം എന്ന് പറയുന്നതിന് ഈ മഞ്ഞൾ അടങ്ങിയ മരുന്നുകളുണ്ട്, അതായത് ഹരിദ്രാഖണ്ഡം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അത് രാവിലെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, തുടർച്ചയായിട്ട് കുറെ നാൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന പ്രശ്നം മാറാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മള് മരുന്ന് ഹരിദ്രാഖണ്ഡം എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. പക്ഷെ ഇത് കാണാതെ, നമുക്ക് ജസ്റ്റ് ഡോക്ടറെ കാണാതെ പോയി മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. അതെ ശ്രീകുമാർ, ഒരു കാര്യം ചെയ്യൂ. ഈ പ്രോഗ്രാമിന്റെ ഇപ്പൊ ഇവിടെ നമ്മുടെ ഡോക്ടറിന്റെ നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അതിൽ വിളിച്ചിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞാൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് സംസാരിക്കാവുന്നതാണ് കേട്ടോ. നമ്പർ കുറിച്ചെടുത്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത് എന്താണ് ഈ ഒരു അവസ്ഥ, എന്താണ് ശീതപിത്തം എന്ന് പറയുന്നത്? ഇപ്പൊ ഞാനിപ്പം കുഷ്ഠരോഗങ്ങളെ അതിന്റെ ഭേദങ്ങളെ പറ്റിയൊക്കെ ഏകദേശം പറഞ്ഞു.
ഈ ശീതപിത്തം എന്ന് പറയുന്നത് കുഷ്ഠരോഗത്തിൽ പെടുന്ന ഒരു അവസ്ഥയല്ല, അതൊരു വേറൊരു അവസ്ഥയാണ്. സ്കിന്നിന് പലതരം അലർജി എന്ത് കാരണമാണെന്ന് അറിയില്ല. അതുപോലെ ഇത് തന്നെയാണോ എന്ന് എനിക്ക് അറിയില്ല, കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഇത് ഇങ്ങനെ ദേഹത്ത് പെട്ടെന്ന് ചൊറിഞ്ഞ് തിണർത്ത് വരുന്ന ഒരു ഇതാണ്. അപ്പൊ അതിന് നമുക്ക് കഫദോഷമാണ് അതിന് കൂടുതൽ പ്രധാനം, കൂടുതൽ ദുഷിച്ചു വരുന്നത്. അപ്പോൾ ഇതിന് ഈ മഞ്ഞള് ഞാൻ പറഞ്ഞ പോലെ ഹരിദ്രാഖണ്ഡം എന്ന് പറഞ്ഞൊരു മരുന്നാണ്. മഞ്ഞളും വേറെ മരുന്നുകളും അത് ഒരു പൊടി പോലെ ഇരിക്കും, ഒരു കട്ടിയും പൊടി, ഇങ്ങനെ കുറച്ച് കട്ടകളും പൊടിയായിട്ടിരിക്കുന്ന ഒരു പ്രിപ്പറേഷനാണ് അത്. എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ പാലിൽ കലക്കി കുടിക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ, ഒരു അലർജി അവസ്ഥ കുറയും. പിന്നെ നമുക്ക് എന്തിനുള്ള അലർജി ആണെന്ന് കൂടെ കണ്ടുപിടിക്കണം. ചിലപ്പോൾ ആഹാരത്തൊന്നും ആവാം, ഈ പറഞ്ഞ പോലെ ആഹാരമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കെമിക്കൽസിന്റെ എക്സ്പോഷർ കൊണ്ടോ ഒക്കെ വരാം. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിലും ചിലർക്ക് വരാം. ഇസ്നോഫീലിയ എന്നിട്ട് ചെക്ക് ചെയ്ത് അത് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. അപ്പൊ അതൊക്കെ കൊണ്ട് വരാം ഈ ചൊറിച്ചില്. പിന്നെ അതുപോലെ എന്തൊക്കെയായിരുന്നു ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് ചോദിച്ചില്ല. അപ്പൊ ഒരാൾ വളരെ വിശദമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അതിന് ശരിയായിട്ടുള്ള ഒരു മരുന്ന്. ശരിക്കും ഒരാളുടെ ആഹാര രീതി, അയാളുടെ എന്താ ദിനചര്യ, അതുപോലെ അയാളുടെ എന്താ പറയാ ഭക്ഷണ രീതി, ഇതൊക്കെ നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ശ്രീകുമാർ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വന്ന് കാണുകയാണെങ്കിൽ അതിന്റെ ചികിത്സ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം, ഞാനിപ്പോൾ ഇതിന്റെ തന്നെ കാര്യം പറഞ്ഞു, പക്ഷെ ഇതിനൊരു ചികിത്സ പറയുമ്പോൾ കുഷ്ഠരോഗം, ഈ ഏത് തരം ത്വക്ക് രോഗമായാലും അതിന്റെ ഏറ്റവും പ്രധാനമായ ചികിത്സ എന്ന് പറയുന്നത് ശോധനമാണ്. അതിപ്പോ ഞാനൊരു ഇത് പറയാം എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരാൾക്കൊരു സ്കിന്നിൽ എന്തെങ്കിലും ഒരു തൊലിയിലൊരു ചൊറിച്ചിലോ അല്ലെങ്കിൽ ഒരു പൊട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു, എന്തെങ്കിലും ഒരു ക്രീം ഇട്ട് തൽക്കാലം അതിനൊരു ആശ്വാസം കിട്ടും. പക്ഷെ അതിന്റെ കോസ് എന്ന് പറയുന്നത്, അതിന്റെ കോസ് ബോഡിയിൽ തന്നെ ഉണ്ട്, നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ളിടത്തോളം കാലം കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പിന്നെയും വരും. അപ്പോ ഈ കുഷ്ഠരോഗത്തിന് നമുക്ക് അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ ഈ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കളയുക എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ രോഗമായാലും ഏത് രോഗമായാലും നമ്മൾ ശോധനം ചെയ്യാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ പഞ്ചകർമ്മ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതില് പഞ്ചകർമ്മ പെടുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോ നമുക്ക് ഛർദിപ്പിക്കാം, അല്ലെങ്കിൽ വയറിളക്കാം, അതല്ലെങ്കിൽ നസ്യം ചെയ്ത് മൂക്കിൽ, നമുക്ക് കഴുത്തിന് മുകളിലോട്ടുള്ളതാണ് ഈ പ്രശ്നമെങ്കിൽ അങ്ങനെ നസ്യം ചെയ്ത് മാറ്റാം. പിന്നെ അതും അല്ലെങ്കിൽ രക്തമോക്ഷം എന്ന് പറഞ്ഞ്, അതായത് ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറയുന്ന, അത് എല്ലാവർക്കും ഇത്തിരി പേടിയായിരിക്കും കേൾക്കുമ്പോൾ, പക്ഷെ വളരെയധികം പ്രത്യേകിച്ച് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ത്വക്ക് രോഗങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ബ്ലഡ് ലെറ്റിംഗ് അല്ലെങ്കിൽ രക്തമോക്ഷം എന്ന് പറയുന്നത്. നമ്മൾ ആ ദുഷിച്ച രക്തം നമ്മൾ പുറത്ത് കളയുകയാണ് ചെയ്യുന്നത്. പല രീതിയിൽ കളയാം, വളരെ നമുക്ക് അട്ടയിട്ട് കളയാം. അതൊക്കെ അപ്പൊ തന്നെ നമുക്ക് ആശ്വാസം, ചൊറിച്ചിലിനും ഒക്കെ ആശ്വാസം കിട്ടുന്ന ഒരു ഇതാണ്. അതിന്റെ കൂടെ തന്നെ വേറെ ഔഷധങ്ങളും ഒക്കെ കഴിക്കുമ്പോഴേക്കും ഈ ശോധനം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് നല്ലൊരു മാറ്റം വരുന്നത്. പിന്നെ ഒരു ശോധന അല്ലെങ്കിൽ ഒരു തവണ ചെയ്തത് കൊണ്ട് ഈ കുഷ്ഠരോഗ, ഈ ത്വക്ക് രോഗങ്ങളുടെ ചികിത്സ കംപ്ലീറ്റ് ആവുന്നില്ല. അതിന് പ്രത്യേകം പറയുന്നുണ്ട്, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. അതായത് പക്ഷാത് വമനം, നമ്മള് ഓരോ 15 ദിവസം കൂടുമ്പോഴും 15 ദിവസം അതായത് ത്വക്ക് രോഗങ്ങളുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യമാണ്. ഈ മരുന്നൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് അസുഖം മാറിയെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാതെ ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ ഛർദിപ്പിക്കണം. പിന്നെ അതെ, ഈ ശോധന ചെയ്യണം എന്നുള്ളത്. അതിപ്പോ നമുക്ക് ഓരോ ആൾക്കാരുടെ ഏത് തരം അസുഖമാണെന്നും ആൾക്കാരുടെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് തരം ശോധനയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുള്ളത്. അപ്പൊ അതിൽ തന്നെ ഇപ്പോ വയറിളക്കുന്നത്, അത് മാസത്തിലൊരിക്കൽ അത് ചെയ്യേണ്ട ആ ഒരു ടൈം ഇത് പറയുന്നുണ്ട്. അതായത് മാസത്തിലൊരിക്കൽ വയറിളക്കുക, 3 ദിവസത്തിലൊരിക്കൽ നസ്യം ചെയ്യുക. ബ്ലഡ് ലെറ്റിംഗ് അല്ലെങ്കിൽ രക്തമോക്ഷം എന്ന് പറഞ്ഞാൽ 6 മാസത്തിലൊരിക്കൽ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ, കുറച്ച് നാളെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങളും ഇതിനുള്ള പേഷ്യൻസ് ആണ് ആർക്കും ഇല്ലാതെ, അതാണ് പറ്റിപ്പോകുന്നത്. കാരണം എന്ത് രോഗം വന്നാലും ഇമീഡിയറ്റ് ആയിട്ട് ഒരു ചികിത്സ വേണം. അതെ, അത് ഈ നമുക്ക് കംപ്ലീറ്റ് റൂട്ട് ഔട്ട് ചെയ്താൽ മാത്രമേ ത്വക്ക് രോഗങ്ങൾ നമുക്ക് പൂർണ്ണമായി മുക്തി നേടാൻ കഴിയുള്ളൂ. ഏത് ത്വക്ക് രോഗമായാലും കുറച്ച് ബുദ്ധിമുട്ടാണ് ചികിത്സിച്ച് മാറ്റാൻ. അപ്പോൾ അതിന്റെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ വിഷാംശങ്ങൾ പുറത്തു പോയാൽ മാത്രമേ പൂർണ്ണമായ ഒരു ക്യൂർ ഉണ്ട്. ആയുർവേദത്തിന്റെ ഒരു ഇതാണല്ലോ പഞ്ചകർമ്മ, അത് വളരെ നല്ലതാണ്. കാരണം ആ കോഴ്സ് തന്നെ ആദ്യം ഇന്റേണൽ ക്ലെൻസിങ്, പിന്നെ അങ്ങനെ ഓരോരോ പടിപടിയായിട്ടാണ്. അപ്പൊ ഏത് ത്വക്ക് രോഗത്തിനും ആദ്യം ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്, ശോധനയാണ്.
അതിൽ നമുക്ക് ശോധന ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് ഏതൊരു പഞ്ചകർമ്മ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇത് എണ്ണയോ നെയ്യോ എന്തെങ്കിലും കഴിച്ച് നമ്മുടെ ഈ പിന്നെ വിഷാംശങ്ങളെല്ലാം നമ്മളൊരു സ്ഥലത്ത് കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ശോധന പ്രക്രിയ ചെയ്യുന്നത്. അപ്പൊ അത് ആളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പ്രായമായവർക്കൊന്നും നമ്മൾ ഇത് ചെയ്യാറില്ല, ഛർദ്ദിപ്പിക്കാറില്ല. കുറച്ച് പ്രായം കുറഞ്ഞ ശക്തിയുള്ള ചെറുപ്പക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ നമുക്ക് പ്രായമായവർക്ക് ഈ വിരേചനം ചെയ്യാം, ഈ വയറിളക്കുക എന്നുള്ളത്. പിന്നെ നസ്യം ചെയ്യാം, വസ്തി ചെയ്യാം. വസ്തി കുഷ്ഠത്തിന് ത്വക്ക് രോഗങ്ങൾക്ക് അധികം ചെയ്യാറില്ലെങ്കിലും വാദം കൂടുതലായിട്ട് കോപിച്ചുണ്ടാവുന്ന ത്വക്ക് രോഗങ്ങളിൽ നമുക്ക് വസ്തിയും ചെയ്യാൻ പറ്റുന്നതാണ്. അതെ. ഇപ്പോൾ നമ്മൾ ഓരോരോ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഉണ്ടാവുന്നത് സോറിയാസിസ്, ഇങ്ങനത്തെ ചില അസുഖങ്ങളാണ്. കയ്യിലേക്ക് വരാം. കോൾ കഴിഞ്ഞിട്ട്. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? പാലക്കാട് നിന്നാണ്. ആ, എന്താ പേരെന്താ? പേര് വിദ്യ. ആ, ചോദിച്ചോളൂ കേട്ടോ. ഡോക്ടർ പറയൂ, ചോദിച്ചോളൂ. എന്റെ ചുണ്ടിന് താഴേക്ക് രോമങ്ങൾ വരികയാണ്. എവിടെയാണ്? ചുണ്ടിന് താഴെ. ചുണ്ടിന് താഴെ. പറയൂ. ഹലോ, ഒരുപാടുണ്ട്. ഹലോ ദിവ്യ, ടിവിയിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ ശ്രദ്ധിക്കാമോ? ടിവിയുടെ വോളിയം കുറയ്ക്കണേ. അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ഇത് പെട്ടെന്ന് ഉണ്ടായതാണോ അതോ നേരത്തെ ഉള്ളതാണോ? ആ, നേരത്തെ ഉള്ളതാണ്. പക്ഷെ കുറെ ട്രൈ ചെയ്തു, മഞ്ഞള് അങ്ങനെയൊക്കെ ചെയ്തു, പക്ഷെ അത് ശരിയാവുന്നില്ല. അത് നമുക്ക് ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ ഈ ഹരിതാലം എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട് ശരിക്കും. അത് ശുദ്ധി ചെയ്തിട്ട് അത് അരച്ച് തേനിൽ പുരട്ടി കുറെ നാൾ ചെയ്യുമ്പോൾ പലർക്കും രോമം കൊഴിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ വളരെയധികം ശ്രദ്ധിക്കണം, ശുദ്ധി ചെയ്തതായിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാൻ ഇടയുണ്ട്. അതുപോലെ ഹരിതാലം എന്ന് പറയുന്ന ഒരു ആയുർവേദ മരുന്ന്, അത് ഈ ഒരു കെമിക്കലാണ് ശരിക്കും. അത് നമുക്ക് ശുദ്ധി ചെയ്തത് വാങ്ങാൻ കിട്ടും. അത് പൊടിച്ച് തേനിൽ കുഴച്ച് പുരട്ടുക. അത് വളരെയധികം പ്രയോജനം ചെയ്യും. പിന്നെ എന്തൊക്കെയാണ് ബാക്കി പ്രശ്നങ്ങളെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്, ഇതിന് പിന്നെ ഏതെങ്കിലും ഹോർമോൺ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വളരാം രോമം. അപ്പൊ അതിനുള്ള ചികിത്സയും കൂടെ അതിന്റെ കൂടെ ചെയ്യേണ്ടി വരും. അതെ, അത് ഇപ്പൊ എത്ര വയസ്സായി എന്നുള്ളതും കൂടി. അതെ, എത്രയാ? 23. അതെ, അപ്പൊ അത് നമുക്ക് ഒരു PCOD-യുടെ ഒരു ലക്ഷണം തോന്നുന്നുണ്ട്. അപ്പൊ അതെന്താണ് അതും കൂടെ നോക്കിയിട്ട് എന്നിട്ട് അതും കൂടെ മനസ്സിലാക്കി വേണം ചികിത്സ ചെയ്യാൻ. അല്ലാതെ നമുക്ക് ജസ്റ്റ് ഒരു അതിപ്പോ പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് ഒരു രോഗം അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ മാറുന്നില്ല. അപ്പൊ ഇതിന് നമുക്ക് എന്തെങ്കിലും അകത്ത് എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ചുള്ള ചികിത്സയും കൂടെ ചെയ്താൽ മാത്രമേ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ക്യൂർ ഉണ്ടാവുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഇതൊരു ഇതിലേക്ക് നമുക്ക് പിന്നെ വരാം. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സോറിയാസിന്റെ അതാണ്. കാരണം ഇതൊരു എന്താ പറയുക, ഒരുപാട് പേർക്ക് കാണുന്ന ഒരു ഇപ്പം കാണുന്ന ഒരു ഇതാണ് സോറിയാസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥ. അപ്പൊ ഇതും എന്തുകൊണ്ടാണെന്നൊന്നും പിൻ പോയിന്റ് ചെയ്യാൻ പറ്റില്ലേ? സോറിയാസിസ് അതൊരു ഓട്ടോഇമ്യൂൺ ഡിസീസ് എന്നാണ് പറയുന്നത്. അതും ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വിരുദ്ധമായ ആഹാരം ഇതെല്ലാം കഴിക്കുന്നത് കൊണ്ട് ആണ് ഉണ്ടാവുന്നത്. പിന്നെ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാം ചില ആഹാരങ്ങൾ ഇതിനെ കൂടുതൽ മോശമാക്കും. പ്രത്യേകിച്ച് നോൺ വെജ് എന്ത് കഴിച്ചാലും പ്രശ്നമുണ്ടാകും. പിന്നെ പ്രത്യേകിച്ച് ഉഴുന്ന്, പിന്നെ നേരത്തെ പറഞ്ഞ ചെമ്മീൻ തുടങ്ങിയ മീനുകൾ, അയല കഴിക്കരുത്. അതൊക്കെ പൊതുവെ വെജിറ്റേറിയൻ ആയിരിക്കുന്നതായിരിക്കും ഒരു സ്കിൻ ഡിസീസ് ഉള്ള ഒരാൾക്ക് ഏറ്റവും നല്ലത്. അത് ഇപ്പൊ പറയുന്നുണ്ട് ആയുർവേദ മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം അതിന് പഥ്യമുണ്ട്. അതുകൊണ്ട് പക്ഷെ അത് ശരിക്കും അത് വെറും തെറ്റായ ഒരു ധാരണയാണ്. കാരണം ഒരു ഔഷധത്തിനല്ല ശരിക്കും ഒരു പഥ്യം എന്ന് പറയുന്നത്, രോഗത്തിനാണ്. അതിപ്പോ നമ്മൾ ഏത് തരം മരുന്ന് കഴിച്ചാലും നമ്മൾ ബാക്കി കഴിക്കാൻ പാടില്ലാത്ത സാധനം കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അസുഖം മാറും. തീർച്ചയായിട്ടും, കാരണം മരുന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നു, അതേപോലെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അതിനൊരു അത് ഏത് തരം ചികിത്സയിലാണെങ്കിലും മാറില്ല. അപ്പൊ അതുകൊണ്ട് ശരിക്കും ചില മരുന്നിന് പഥ്യമുണ്ട്, ശരിയാണ്. ചിലതിന് ചൂടുവെള്ളം കുടിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പഥ്യം വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ പറഞ്ഞ ത്വക്ക് രോഗങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ പഥ്യം വളരെയധികം നോക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് ചികിത്സിച്ചിട്ട് ഒരു പ്രയോജനവും വരുന്നില്ല. കാരണം നമ്മുടെ ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള ഇതെല്ലാം തന്നെയാണല്ലോ ത്വക്കിലൂടെ കാണുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡയറ്റ്. ഇപ്പൊ ഏതൊരു സ്ട്രീം ഓഫ് മെഡിസിൻ എടുത്താലും നമ്മൾ ഏതാണ് ഫോളോ ചെയ്യുന്നെങ്കിലും ലൈറ്റ് ഡയറ്റ് ആണ് അവരെല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്.
കാരണം ഒരുപാട് പണി നമ്മുടെ ഇൻറ്റസ്റ്റൈനിന് കൊടുക്കാതിരിക്കുമ്പോൾ അത് നോർമലായിട്ട് പെരുമാറുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരു എന്താ പറയുക ഓവറായിട്ട് വർക്ക് ചെയ്യണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ ത്വക്കിനും അതുപോലെ ഒരു എളുപ്പം ഉണ്ടാവും അല്ലേ? നമ്മളിപ്പം ഓരോരോ തരം ഇത് പറഞ്ഞു. ഈ ഒരു ജനറലായിട്ട് കാണുന്ന ഇപ്പം പെൺകുട്ടികളായാലും കാണുന്നത് ഈ ആക്നെ, പിമ്പിൾസ് അത് ഒരുപാട് പേരെ അലട്ടുന്നുണ്ട്. അപ്പം അതിനെന്താണ് ഒരു ചികിത്സയോ അല്ലെങ്കിൽ പ്രതിവിധിയോ? മുഖക്കുരു ഇതുപോലെ ഈ ടീനേജ് പ്രായത്തിൽ ധാരാളം കാണുന്നതാണ്. അപ്പം അത് ഇൻഫെക്ഷൻസ്, ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കാരണം അത് ഭയങ്കരമായിട്ട് മുഖത്ത് പടരുകയും പിന്നെ ആത്മവിശ്വാസം വരെ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുകയും ചെയ്യും. അപ്പോൾ അത് ശരിക്കും എല്ലാവരും ഈ മുഖക്കുരു ഒക്കെ വരുമ്പോൾ എന്തെങ്കിലും പുറത്തിടാനാണ് നോക്കുന്നത്, എന്തെങ്കിലും പുറമേ പുരട്ടി അതിനെ ശമനം എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. പക്ഷേ ശരിക്കും അതൊക്കെ വരുമ്പോൾ നമുക്ക് ഉള്ളിലേക്കാണ് കൂടുതൽ മരുന്ന് ആവശ്യം. പുറത്ത് ഉപയോഗിക്കാം, പക്ഷെ അതിനേക്കാളും ഉപരി ഉള്ളിലുള്ള ഇതിനാണ് ചികിത്സ. പ്രത്യേകിച്ച് മുഖക്കുരു എന്നൊക്കെ പറയുമ്പോൾ ഒരു പിത്തദോഷത്തിന്റെ അനുബന്ധമാണ് കൂടുതൽ കാണുന്നത്. അപ്പൊ പിത്തം വരാതിരിക്കാനുള്ള അല്ലെങ്കിൽ കൂട്ടാതിരിക്കാനുള്ള രോഗത്തെ ശമിപ്പിക്കാൻ അല്ലെങ്കിൽ അതിന് ആ കോപിച്ചിരിക്കുന്നതിന് സാമ്യാവസ്ഥയിലാക്കാനുള്ള മരുന്നുകളാണ് കഴിക്കേണ്ടത്. പിന്നെ രക്തശുദ്ധിക്കുള്ളതും, ഉദാഹരണത്തിന് ഗുളൂച്ചിയാദി കഷായം, അങ്ങനെ പടവലാദി, അങ്ങനെ പലതരം കഷായങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ പിത്തദോഷം കുറച്ച് ശമിക്കും. അതിന്റെ കൂടെ തന്നെ വയറിളക്കുക. അപ്പോൾ നമുക്കൊരു 2 മാസം കൂടുമ്പോഴൊരിക്കൽ വയറിളക്കുക. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കൂടെ കയ്യിലേക്ക് കൂടുതൽ വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, വെൽക്കം ടു ദി പ്രോഗ്രാം. ആരാണ്? നമസ്കാരം. നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? പാലക്കാട് സബിതയാണ്. സബിത ചോദിച്ചോളൂ. പൊതുവെ പാലക്കാട് ചൂടും കാറ്റും കൂടുതലാണല്ലോ ഡോക്ടർ. ഏത് സമയത്തും സ്കിൻ വല്ലാതെ ഡ്രൈ ആയിരിക്കും. എത്ര എണ്ണ തേച്ചാലും, ഫീൽഡ് വർക്കൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ, എത്ര എണ്ണ തേച്ചാലും പുറത്തു പോയി വരുമ്പോഴത്തേക്കും ആകെ വല്ലാതെ സ്കിൻ ഡള്ളാവും. അപ്പൊ അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ആയുർവേദത്തിൽ എണ്ണയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. സ്കിന്ന് ഡ്രൈ ആവുന്ന പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടുന്നുണ്ട്, അങ്ങനെ പൊട്ടി വരുന്നുണ്ട്, ഈ വെളുത്ത് മുരിഞ്ഞിട്ട് ചൊറിച്ചൽ അനുഭവപ്പെടും. അപ്പൊ മാന്തി കഴിഞ്ഞ ഇങ്ങനെ മുരി ഇങ്ങനെ പാറിപ്പോവും. അത് നമുക്ക് പുറമേ തേക്കാനാണെങ്കിൽ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക ഒരു കാര്യം. പിന്നെ ഏലാദി ചൂർണം ഉണ്ട്. അത് പിന്നെ വെള്ളത്തിൽ കുഴച്ച് ദേഹം മുഴുവൻ തേച്ച് ഉണങ്ങി വരുമ്പോൾ അത് കഴുകിക്കളയുക. പിന്നെ ഏലാദി വെളിച്ചെണ്ണ പുരട്ടണം. ഏലാദി വെളിച്ചെണ്ണ അത് ഒരു പരിധി വരെ നമ്മുടെ അതെ, സോപ്പിന് പകരം ഏലാദി ചൂർണം ശരീരത്തിൽ ഉരച്ച് കഴുകി കുളിക്കാം. അല്ലെങ്കിൽ തന്നെ ഒരു പയറുപൊടി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് ത്വക്കിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ പലതരത്തിലുള്ള സ്നാനചൂർണങ്ങൾ കിട്ടും. സിദ്ധാർത്ഥ സ്നാനചൂർണം എന്നൊക്കെ പറഞ്ഞ് പല മരുന്നുകൾ കൂടിച്ചേർന്നിട്ടുള്ള സ്നാനചൂർണങ്ങളുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തൊലിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും പോകും. ഭക്ഷണത്തിൽ നമ്മൾ കൂടുതൽ ഇപ്പം തണുപ്പ് കാലമാണെങ്കിൽ കൂടുതൽ രൂക്ഷമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. കുറച്ച് നെയ്യൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ തണുപ്പ് കാലം വരുമ്പോ ഈ അപ്പോ ഈ ഏലാദി കേരം തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. വളരെയധികം സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു എണ്ണയാണ്. അത് ഉപയോഗിച്ചാൽ മതി, നല്ലത്, കറക്റ്റ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ. ഈ നമ്മൾ ചർമ്മത്തിൽ വരുന്ന ഏറ്റവും, അതായത് പെൺകുട്ടികളെ കൂടുതൽ അലട്ടുന്ന ഒരു കാര്യമാണ് ഈ ആക്നെയും പിമ്പിൾസും ഒക്കെ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഡയറ്റ് അല്ലേ, ഡയറ്റ് നോക്കുക. നമുക്ക് സാധാരണ അറിയുന്ന കാര്യം തന്നെ, ആഹാരങ്ങൾ കുറയ്ക്കുക. പിന്നെ പിത്തശമനമായിട്ടുള്ള ആഹാരങ്ങൾ കൂടുതൽ, ആഹാരങ്ങളും ആവാം, അതുപോലെ മരുന്നും. ഇപ്പൊ പറഞ്ഞ പോലെ ഗുളൂച്ചിയാദി കഷായം തുടങ്ങിയ കഷായങ്ങൾ കഴിക്കുക. പിന്നെ വയറിളക്കുക 2 മാസത്തിലൊരിക്കലൊക്കെ വയറിളക്കുക. പിന്നെ ഭയങ്കര ഒരു വലിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ ഒക്കെ മുഖത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്, വിതരണം ഗുളികകളുണ്ട്. അതെ, നല്ലതായിട്ട് പഴുപ്പൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ അതുപോലുള്ള മരുന്നുകളും കഴിക്കേണ്ടി വരും. അതെല്ലാം ആളിന്റെ പ്രകൃതി, ദേഹപ്രകൃതി എല്ലാം മനസ്സിലാക്കിയിട്ടാണ്. ഇതിൽ എനിക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദിക് ഡോക്ടറിനെ വന്ന് കണ്ടിട്ട്, കാരണം സ്വന്തം ചികിത്സ നമ്മളിപ്പോൾ ഇത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇങ്ങനെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലവരുടെ ഇതാണ് ഓവർ ദ കൗണ്ടർ പോയി വാങ്ങിച്ചിട്ട് ചെയ്തിട്ട് ഒന്നും ആയുർവേദത്തിന് ശമനമില്ല എന്ന് ഇത് വരും. അതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ഒരു ആയുർവേദിക് ഫിസിഷ്യനെ തീർച്ചയായിട്ടും കണ്ട് പറയുന്ന പോലെ, ഡോക്ടർ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഇതിന് ഏറ്റവും വലിയ ലൈഫ് സ്റ്റൈലാണ്.
ഇതൊക്കെ ലൈഫ് സ്റ്റൈലിനോണ്ട് വരുന്നതാണ്. അപ്പം ലൈഫ് സ്റ്റൈൽ തന്നെ ഒന്ന് മാറ്റി അല്ലേ, അതിൻ്റെ ആ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലോട്ടേക്ക് മാറ്റുകയാണെങ്കിൽ പല ത്വക്ക് രോഗങ്ങളും എനിക്ക് തോന്നുന്നു മാറ്റാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നിർത്താനെങ്കിലും സാധിക്കും. ഇപ്പം വേറൊന്ന് കൂടുതലായിട്ട് ഈ പിഗ്മെന്റേഷൻ ഏജ് കൊണ്ടും വരും, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടും ആവാം. ഈ പിഗ്മെന്റേഷൻ എങ്ങനെയാണ് ഇതിൽ ട്രീറ്റ്മെന്റ് വരുന്നത്? പിഗ്മെന്റേഷൻ ഇപ്പോൾ ആയുർവേദത്തിൽ അതിന് വ്യംഗം എന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഈ പിഗ്മെന്റേഷൻ വരുന്നത് നമുക്ക് വെയിൽ ധാരാളം കൊണ്ടുകഴിഞ്ഞാൽ വരാം. ഇപ്പൊ പ്രായം ആവണമെന്ന് തന്നെ ഇല്ല, ഒരുപാട് വെയിലിന് എക്സ്പോഷർ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയും പിഗ്മെന്റേഷൻ വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ കുങ്കുമാതി തൈലം. കുങ്കുമാതി തൈലം പ്രത്യേകിച്ച് ഈ പിഗ്മെന്റേഷന് വളരെയധികം. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഞാൻ പുനലൂരിൽ നിന്ന് സുജയാണ്. സുജ, ചോദിച്ചോളൂ. സുജ ചോദിച്ചോളൂ. പറയൂ. ഹലോ ഡോക്ടർ. പറയൂ. ഞാൻ പുനലൂരിൽ നിന്ന് സുജയാണ്. സുജ പറയൂ. എനിക്ക് പിന്നെ വെയിൽ കൊള്ളുമ്പോൾ എന്റെ കയ്യിലെല്ലാം അങ്ങ് ചൊറിഞ്ഞ് ഒരു പേളത്തെ കുത്തുമാതിരിയൊക്കെ ഭയങ്കര ചൊറിച്ചിലാ കഴുത്തില് വെയിൽ കൊള്ളുന്ന ഭാഗത്തൊക്കെ. അത് വേറെ വെയിലിൽ നിന്ന് നമ്മൾ മാറിക്കഴിയുമ്പോ ഇത് ഈ ചൊറിച്ചിൽ മാറുമോ? എന്തോ കേൾക്കുന്നില്ല. വെയിലിൽ നിന്ന് മാറിക്കഴിയുമ്പോ ചൊറിച്ചില് മാറും? വെയിൽ കൊണ്ടിട്ട് പുറത്ത് വെയിൽ കൊണ്ടിട്ട് ആ വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനെ ചൊറിയുന്നത്. അപ്പോഴാണ്. അത് എത്ര നേരം കഴിയുമ്പോ മാറും? അത് ഞാൻ നല്ല പച്ച തണുത്ത വെള്ളം ഒഴിച്ച് കഴുകുകയൊക്കെ ചെയ്യുമ്പോഴങ്ങ് മാറും. അതെ, അത് പലർക്കും ഉണ്ട് ഈ വെയിലിന്റെ അലർജി. അത് അൾട്രാവയലറ്റ് രശ്മികൾ വരുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ പിത്തശമനമായിട്ടുള്ള ചികിത്സയാണ് അതിന് ഏറ്റവും നല്ലത്. ഇപ്പൊ തന്നെ പറഞ്ഞു, തണുത്ത വെള്ളം ഇട്ട് കഴുകുമ്പോൾ അത് കുറയുന്നു. അപ്പൊ നമുക്ക് ആ ശീതപ്രയോഗങ്ങൾ തന്നെയാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ഏലാതി ചൂർണം എന്തെങ്കിലും ഇടുക, അല്ലെങ്കിൽ നിമ്പാതി ചൂർണം ഇതെങ്ങനെ എന്തെങ്കിലും ഇടുക. പിന്നെ വയറിളക്കുക, ഇടയ്ക്ക് ഇതുപോലെ വയറിളക്കുക. പിന്നെ ഗുളൂച്ചിയാതി കഷായം അല്ലെങ്കിൽ തിക്തകം കഷായം, ഇങ്ങനെയുള്ള കഷായങ്ങൾ കുടിക്കുക. അല്ല, ഇപ്പൊ വെയിലത്ത് പോണ്ടി വരികയാണെങ്കിൽ വെയിലത്ത് പോകുന്നതിന് മുൻപേ എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അത് നമുക്ക് ആയുർവേദ എണ്ണകളും അത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ മാക്സിമം നമ്മുടെ ഇത് കവർ ചെയ്ത് പോകുക എന്നുള്ളതാണ് അതിന് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക്, അത് മാത്രമല്ല, ഈ വയറിളക്കം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല. അതെ അതെ. സുജ, മനസ്സിലായോ? ഹലോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ ഇവിടെ നമ്പർ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നുണ്ട്, സുജയ്ക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം ഇതിൽ സൺ ബ്ലോക്ക് ഒക്കെ ഇട്ടിട്ട് നമ്മൾ പുറത്തിറങ്ങുന്ന ഒരു ഇതുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ താൽക്കാലിക ശമനമാണ്, അതിനൊരു പ്രതിവിധിയല്ല അത്. പക്ഷെ അത് വരാണ്ടിരിക്കാനാണ് നമ്മൾ ആയുർവേദത്തിൽ ഇതിപ്പോ നമുക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, വെയിലത്ത് പോകുമ്പോഴുള്ള ഈ പ്രശ്നങ്ങളൊക്കെ കുറയും. അപ്പൊ അങ്ങനെ നമ്മൾ അകത്തുനിന്ന് നമ്മുടെ ബോഡി അതിന് റിയാക്ട് ചെയ്യുന്നോണ്ടാണല്ലോ അങ്ങനെ വരുന്നത്. റെസിസ്റ്റ് ചെയ്യാനുള്ള ചികിത്സകൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അത് പിന്നെ വരാതിരിക്കും. അതെ. അപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കറുത്ത പാടുകൾ. അതെ, കുങ്കുമാതി തൈലത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ നമുക്ക് കുങ്കുമാതി തൈലം ചെയ്യാതെ തന്നെ ചിലർ തേൻ പുരട്ടിയ നല്ലതാണ് ഈ കറുത്ത പാടുകൾ മാറാൻ വേണ്ടി. പക്ഷേ കുങ്കുമാതി തൈലം നമുക്കൊരു ടീനേജ് ആകുമ്പോഴേ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. രാത്രി ഇത് മുഖത്ത് പുരട്ടിയിട്ട് കിടന്ന് രാവിലെ കഴുകിക്കളയാം, അല്ലെങ്കിൽ ഇന്ന് രാവിലെ 2 തുള്ളി വീതം മൂക്കില് ഒഴിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത ഒരു മാസമൊക്കെ കഴിയുമ്പോൾ വളരെ വ്യത്യാസം അതിലുണ്ടാവും. മുഖക്കുരുവിനായാലും മുഖത്തെ പാടുകൾ മാറി മുഖം വളരെ നന്നായിട്ട് അതെ വളരെ നല്ലതാണ് കുങ്കുമാതി. അകത്തും, അതായത് മൂക്കിലും ഒഴിക്കുക, പുറത്തും സ്കിന്നിലും പുരട്ടുക കുങ്കുമാതിയില്. അതെ, ശരി. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേ ഈ കറുത്ത പാടുകൾ ഇപ്പം ഏജ് കൊണ്ട് വരുന്ന ഏതിനായാലും ഇത് വളരെ പ്രയോജനകരമാണ്. ശരി. അതായത് ഇപ്പം സണ്ണിൽ പോയിട്ട് വരുന്ന ഇതിനും അപ്പോഴും വരുമല്ലോ കറുത്ത പാടുകൾ. അതെ, അതിനെല്ലാം ഇത് പ്രയോജനം. എല്ലാത്തിനും ഇതാണ് ഞാൻ പറഞ്ഞതുപോലെ അകത്തേക്കുള്ള ഇത് ചെയ്യുകയാണെങ്കിലും ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അതിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഈ സ്കിൻ ഡിസീസ് തന്നെ പല രീതിയിലുണ്ട്. അതായത് ത്വക്കിനെ മാത്രം ആശ്രയിച്ചുണ്ടാവും, അതല്ല ബ്ലഡിനെയും കൂടെ ആശ്രയിച്ചുണ്ടാവും, അതുമല്ല പിന്നെയും അകത്തേക്ക് മാംസത്തെ ആശ്രയിച്ചുണ്ടാവും. അപ്പൊ ത്വക്കില് മാത്രമാണെങ്കിൽ നമുക്ക് വെറും ലേപനങ്ങളൊക്കെ കൊണ്ട് ഒരുവിധം മാറ്റും. പക്ഷെ രക്തത്തെയും കൂടെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നമുക്ക് വയറിളക്കുക, അല്ലെങ്കിൽ വേറെ കഷായം അങ്ങനെ എന്തെങ്കിലും കുടിക്കുക. മാംസത്തെയും കൂടെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിന് അരിഷ്ടാസവങ്ങളുണ്ട്, അതും ഇതിന്റെ കൂടെ
ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള പല ചികിത്സ അതാണ് ഞാൻ പറഞ്ഞത്, ഒരാളെ കണ്ടാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുള്ളൂ. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നേ? മറിയാമ്മ. മറിയാമ്മ, ചോദിച്ചോളൂ കേട്ടോ ഡോക്ടറോട്. ശരി. ഹലോ ഹലോ, പറയൂ. ഹലോ ഡോക്ടർ. പറയൂ പറയൂ. ടിവിയിൽ മറിയാമ്മ ഒന്ന് ടിവിയിൽ ശ്രദ്ധിക്കാതിരിക്കാമോ? ഫോണിൽ ശ്രദ്ധിക്കണേ. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് വിളിക്കുന്നത് ഞാൻ. പറയൂ. എന്റെ അമ്മയ്ക്ക് 64 വയസ്സുണ്ട്. അമ്മയുടെ പ്രായത്തിലുള്ളവരുടെയൊക്കെ ശരീരത്തിന്റെ ചുളിവ് ചെറുപ്പക്കാരുടെ കൂട്ടായിരിക്കുന്നത്. അമ്മ ഇച്ചിരി ശരീരമൊക്കെ ഇച്ചിരി ചുളിഞ്ഞായിരിക്കുന്നത്. അതിനെന്താ ചെയ്യേണ്ടത്? അത് പ്രായം ഇപ്പൊ പറഞ്ഞു 63 വയസ്സെന്ന്. അപ്പോ 64 വയസ്സ് 64 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞിട്ടുള്ള ചുളിവ് അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ തടയാൻ, അല്ലെങ്കിൽ ആ ചുളിവ് വരുന്നത് താമസിപ്പിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ ഈ ഇത്രയും പ്രായമായതിനു ശേഷം എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അത് അത്ര പ്രയോജനം ഉണ്ടാവില്ല. എന്നാലും ഞാനൊരു ഇത് പറയാം. ഇപ്പോൾ നമുക്കത് കൂടുതലും നല്ലതൊരു മധ്യവയസ്സൊക്കെ ആകുമ്പോഴേ ചെയ്യുന്നതായിരിക്കും. ഒരാഴ്ചയിൽ ഒരു 2 ദിവസം ഗോതമ്പ് പൊടി വിനാഗിരി ഒഴിച്ച് ഒന്ന് ചൂടാക്കി മുഖത്ത് പുരട്ടി കഴുകി കളയാം. ആഴ്ചയിൽ ഒരു 2 ദിവസം ചെയ്യാം. എത്ര നേരം വെക്കണം? അത് ഉണങ്ങി വരുന്ന സമയത്ത് ഏത് ലേപനം നമ്മൾ മുഖത്തോ ദേഹത്തോ ഇടുകയാണെങ്കിലും അത് ഉണങ്ങാൻ കാത്തിരിക്കരുത്. എപ്പോഴും ഉണങ്ങുന്നതിന് മുമ്പ് ഉണങ്ങി വരുന്ന സമയത്ത് തന്നെ കഴുകി കളയണം, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം ഇല്ലാതാവുകയാണ്. അപ്പോൾ അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ കഴുകി കളയണം. ഇതിപ്പോ ഈ 64 വയസ്സിൽ അത് പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് ബാക്കി കാണുന്നവർക്ക്, പ്രായം കുറഞ്ഞവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഗോതമ്പ് മാവ് വിനീഗർ ഒഴിച്ച് ചൂടാക്കി കുഴമ്പ് പോലെ ആവുമല്ലോ, അപ്പൊ അതിന് മുഖത്തിടുക. പിന്നെ അകത്തേക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ത്രിബല ചൂർണം. അതൊക്കെ ഒരു 30 വയസ്സാകുമ്പോഴേ എല്ലാ ദിവസവും കഴിച്ചു തുടങ്ങുകയാണെങ്കിൽ അത് അങ്ങനെ കഴിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഭാവിയിൽ ഈ ചുളുക്ക് വരുന്നതും അതുപോലെ ചർമ്മത്തിന് വരുന്ന പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ത്രിബല ചൂർണം ചില ആൾക്കാർക്ക് അത് കുറച്ച് വയറ്റിൽ നിന്ന് പോകുന്നതാണ്. ചില ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ അതിനകത്ത് കടുക്ക, നെല്ലിക്ക, താന്നിക്ക ആണല്ലോ, അപ്പൊ അതിൽ കടുക്ക മാറ്റിയിട്ട് നെല്ലിക്കയും താന്നിക്കയും കുറച്ച് എള്ളും കൂടെ ചേർത്ത് പൊടിച്ച് തേനിൽ കുഴച്ച് എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കുകയാണെങ്കിൽ ഇതേ എഫക്ട് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മതി. തേനിൽ കുഴച്ച് കഴിക്കുക. അപ്പൊ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചുളു വരാതിരിക്കാം. പൊതുവെ ആന്റി ഏജിങ് ആണ്. പ്രായത്തിന്റെ വിഷമം ഇപ്പൊ നമ്മൾ ഇത് പറയില്ല, ആന്റി ഓക്സിഡൻസ് എന്നൊക്കെ അതേ എഫക്റ്റ് ആണ്. എന്നും നമുക്ക് ചെയ്യാവുന്നതാണ്, രസായനമാണ്. അപ്പം അങ്ങനെ ഇതൊക്കെ ഇപ്പം നമ്മൾ ഇതിന് കഴിഞ്ഞിട്ട് ചോദിക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പോഴത്തേക്കാണ് ക്വസ്റ്റ്യൻ വന്നത്. എന്ത് കാര്യവും ഇപ്പം ഈ പറയുന്ന റിങ്കിൾസിന്റെ കാര്യം, ഏജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 30s തുടങ്ങി ചെയ്യണം, ഏർലിയർ ദ ബെറ്റർ. അപ്പോൾ എത്ര വയസ്സിൽ ഇങ്ങനത്തെ ചികിത്സയൊക്കെ ചെയ്യുമ്പോൾ ഏത് ഏജിൽ തുടങ്ങാം? ഈ ത്രിബല കാര്യമാണ് ചോദിച്ചതെങ്കിൽ അത് ഏത് ഏജിൽ വേണമെങ്കിലും ചെയ്യാം. കാരണം അതൊരു രസായനമാണ്, ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ കൊച്ചുകുട്ടികൾക്കൊക്കെ അത് കഴിക്കാൻ രുചിക്കുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അവർക്ക് അതിനേക്കാൾ നല്ലത്. ഇപ്പൊ ഞാൻ വേറൊരു ഇത് പറയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ടീനേജ് കുട്ടികൾക്കൊക്കെ ഇപ്പൊ രാവിലെ ഉണക്കമുന്തിരി കുറച്ചെടുക്കുക, ഏത്തപ്പഴം ഒരു പകുതി എടുക്കുക, പിന്നെ കൽക്കണ്ടം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് തേനും കൂടെ ചേർത്ത് കഴിക്കുക. എന്നും രാവിലെ ഒരു ടോണിക് പോലെ കൊടുത്താൽ സ്കിന്നിനും നല്ലതാണ്. ബാക്കി പൊതുവെ ഒരു ആരോഗ്യത്തിനും ഈന്തപ്പഴവും ചേർക്കാം. ഈന്തപ്പഴം എന്നും കഴിച്ചാലും ചർമ്മത്തിന് വളരെ വളരെ നല്ലതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എന്നും രാവിലെ കൊടുക്കാൻ കുട്ടികൾക്ക് അതിന്റെ രുചിയും ഇഷ്ടമാവും, അവരുടെ സ്കിന്നും അത് പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം കഴിക്കാം. അത് ദിവസം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന പല അസുഖങ്ങളും, പ്രമേഹം, പിന്നെ തൊലിക്ക്, കണ്ണിന് ഒക്കെ ഉണ്ടാകുന്ന പല രോഗങ്ങളും തടയാൻ തന്നെ സാധിക്കും. അതെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ എന്താ പറയുക, നമ്മൾ കറുത്ത പാടുകളുടെ ഇത് പറഞ്ഞു. അതായത് ഇപ്പം സ്കിന്നിൽ വന്നു കഴിഞ്ഞാൽ അടുത്തത് ബ്ലഡിൽ, അടുത്തത് മാംസത്തിന്. അങ്ങനെ ഒത്തിരി ഇനിയും ധാതുക്കളുണ്ട്. 7 ധാതുക്കളാണ് ഉള്ളത്. ഓരോന്നിനെ ആശ്രയിച്ചുണ്ടാവും. അതിൽ അസ്ഥിയൊക്കെ ആശ്രയിച്ചുണ്ടാവും. പിന്നെ അസാധ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും നമുക്ക് എത്ര ഇതാണെങ്കിലും നമുക്ക് ചികിത്സിച്ച് നോക്കാം, ശമനമെങ്കിലും ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പൊ ല്യൂക്കോഡോമയെ കുറിച്ച്. അതിനൊരു പലർക്കും എന്താ കാണുന്നത്, കൂടുന്നതല്ലാതെ ഈ ആയുർവേദ ചികിത്സ പ്രകാരം അതൊന്ന് കുറയ്ക്കാനോ അല്ലെങ്കിൽ വന്നവർക്ക് തന്നെ അത് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഇത് മാറ്റാനോ പറ്റുമോ?
ഈ ശുത്രം എന്നാണ് ആയുർവേദത്തിൽ ല്യൂക്കോഡേമ പറയുന്നത്. അപ്പോൾ ആ ശുത്രം എന്ന് പറഞ്ഞ രോഗം വളരെ ചികിത്സിച്ച് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രോഗമാണ്. അതിൻ്റെ പ്രധാനമായിട്ടുള്ളത് നമ്മളത് തുടങ്ങി ഉടനെ തന്നെ ചികിത്സിക്കുക. ഉടനെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരുപക്ഷെ ചികിത്സ കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. പക്ഷെ ഉടനെ തന്നെ ചികിത്സിക്കുകയാണെങ്കിൽ പലർക്കും അത് മാറി കാണാറുണ്ട്. അതിന് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചികിത്സ, അത് ഈ ആധുനിക ശാസ്ത്രം പോലും അംഗീകരിച്ചിരിക്കുന്ന ഒരു മരുന്നാണ് കാർഗോഗിൽ അരി എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് പൊടിച്ച് ശർക്കരയും ചേർത്ത് എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് കഴിക്കാം. ഇത് തന്നെ നമുക്ക് കഷായം വെച്ചും കഴിക്കാം. ഇത് തന്നെ കഷായം വെച്ച് കഴിക്കാം. പിന്നെ ദേഹത്ത് പുരട്ടാൻ വേണ്ടിയിട്ട് കുരുമുളകും ഈ കാർഗോഗിൽ അരിയും പിന്നെ ഹരിതാലം, നേരത്തെ പറഞ്ഞ ഹരിതാലം വേണ്ട, കാസീസവും അനയോല, അങ്ങനെയുള്ള കുറച്ച് ദ്രവ്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ പൊടിച്ച് ഒരു 7 ദിവസം എണ്ണയും ചേർത്ത്, വെളിച്ചെണ്ണ ആവാം അല്ലെങ്കിൽ മരോട്ടി എണ്ണ, അതായത് ഈ പിന്നെ ത്വക്ക് രോഗങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. ഇതിൽ കുഴച്ച് വെച്ച് നമ്മളൊരു 7 ദിവസം വെയിലത്ത് ഒരു ചെമ്പ് പാത്രത്തിൽ വെച്ചിട്ട് അത് ദേഹത്ത് പുരട്ടി, പിന്നെ ഒരു 7 ദിവസം ഇത് എല്ലാ ദിവസവും പുരട്ടി, കുളിക്കാതെ ഇത് പുരട്ടി പിന്നെ തുടച്ചു കളയാം. അങ്ങനെ നിൽക്കുന്ന ഈ മരുന്നുകളൊക്കെ ഉള്ളിൽ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വളരെ വ്യത്യാസം. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഓരോ ആൾക്കാർക്കും ചിലപ്പോൾ ചില മരുന്ന് മാറ്റേണ്ടി വരും, വേറെ കൊടുക്കേണ്ടി വരും. അത് ഓരോരുത്തരുടെ ശരീരഘടന അനുസരിച്ച്. ഇതിന്റെ കൂടെ ശോധനയൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെ പല ചികിത്സകളും കൂടെ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മാറ്റാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന പല ഇതും ആയുർവേദത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ വ്യത്യാസം. പിന്നെ അലട്ടുന്ന ഒരു കാര്യമാണ് ഈ കുട്ടികളിൽ വരുന്ന കരപ്പൻ. അതൊരു വലിയ ഒരു പ്രയാസമാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് വരുമ്പോഴേ അവർക്ക് അതൊരു ഇതാണ്. അതിനെന്താണ് അതിന് കരപ്പൻ നമുക്ക് ഇപ്പൊ ഈ രോഗത്തിന്റെ ചികിത്സ എന്ന് പറയുന്നത് ഏകദേശം അതിന്റെ ഒരു തത്വം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ശോധന തന്നെയാണ് വരുന്നത്. ഇത് കുട്ടികൾക്കായതുകൊണ്ട് നമുക്ക് ശമനത്തിനായിട്ട് കുറെ കഷായങ്ങളുണ്ട്, പാരന്ത്യാദി കഷായം, അങ്ങനെ കുറെ കഷായങ്ങളുണ്ട്. കരപ്പന് പ്രത്യേകമായിട്ടുള്ള കഷായം അതൊക്കെ കൊടുക്കാം. പിന്നെ ഇതുപോലെ ബാലസുധയൊക്കെ ഇട്ട് വയറിളക്കാം. ബാലസുധ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന വയറിളക്കുന്ന ആവണക്കെണ്ണ. അപ്പൊ അത് നമ്മളത് ഉള്ളിൽ കൊടുത്ത് വയറിളക്കാം. അങ്ങനെയുള്ള തുടങ്ങിയ ചികിത്സകളുണ്ട്. പിന്നെ പുറത്ത് ലേപങ്ങൾ അരിച്ച് പുരട്ടാം. പിന്നെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികളെ മണ്ണിൽ കളിപ്പിക്കാതെയും ഒക്കെ വളരെ വേപ്പിലയും മഞ്ഞളും ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിപ്പിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കരപ്പനൊക്കെ വളരെ എളുപ്പം മാറാൻ പറ്റുന്ന രോഗം തന്നെയാണ്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ദി പ്രോഗ്രാം. ആരാണ്? പറയൂ. ഹലോ, സംശയം ചോദിച്ചോളൂ. എനിക്ക് 52 വയസ്സായേ. മുഖത്ത് കറുത്ത പാടുണ്ട്. അത് കുങ്കുമം തേച്ചിട്ട് മാറുന്നില്ല. കാരണം എന്താണെന്നോ അന്നൊക്കെ അവിടെ തേച്ച് എന്നിട്ട് മാറുന്നില്ല. കുങ്കുമാതി തൈലമാണോ തേച്ചത് അതോ ഓയിൻമെന്റ്? തൈലം തന്നെ ഉപയോഗിക്കുക. തൈലം. ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ഹലോ, ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കൂ കേട്ടോ. ചോദിച്ചോളൂ. ഇതില് ഓയിൻമെന്റിന് പകരം തൈലം ഉപയോഗിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂക്കിലും 2 തുള്ളി ഒഴിക്കുക. തൈലമാണ്. തൈലം നമുക്ക് മുഖത്തും പുരട്ടാം. അത് മൂക്കിലും ഈ 2 തുള്ളി വീതം ഒഴിച്ചു കൊടുക്കുക. ഇത് കുറച്ച് ഒരു മാസം തുടർച്ചയായിട്ട് മുഖത്ത് പുരട്ടാം. മുഖത്തും പുരട്ടണം. 2 തുള്ളി എടുത്ത് ഓരോ മൂക്കിലും ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇനി അറിയില്ല, ചിലപ്പോൾ കഷായമൊക്കെ കുടിക്കേണ്ടി വരുമായിരിക്കും. ഏത് തരത്തിലുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വേറെ തരത്തിലുള്ള എന്തെങ്കിലും ത്വക്ക് രോഗമായിട്ട് വല്ലതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മരുന്നും കൂടെ കഴിക്കേണ്ടി വരും. ചോദിച്ചപ്പോഴത്തേക്ക് കുങ്കുമാതിയാണ് എഴുതുന്നത്. അതാണ് വാങ്ങി പുരട്ടിയത്. പുരട്ടിയപ്പോഴത്തേക്ക് അത് 5 ഭാഗം പുരട്ടി വാങ്ങി എന്നിട്ട് അത് കുറയുന്നില്ല. തൈലം ഉപയോഗിച്ച് നോക്കും. അതുപോലെ മൂക്കിലും കൂടെ മരുന്ന് ഒഴിച്ചു നോക്കും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഇപ്പം ഈ ഓയിൻമെന്റും തൈലവും അതിനെന്താണ് ഒരു വ്യത്യാസം വരുന്നത്? അത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് തൈലമാണ്. ഓയിൻമെന്റ് ഇപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില്
തൈലമാണ് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ. അത് തന്നെ ഉപയോഗിക്കുക, അതിന്റെ കൂടെ നസ്യം കൂടെ ചെയ്യുക. അപ്പൊ അതിന് പ്രയോജനം ഉണ്ടാകും, കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. വേഗം നമ്മുടെ ബ്ലഡ് സ്ട്രീമിലൊക്കെ കയറാൻ തൈലമാണ് നല്ലത്. നമ്മളിപ്പോ കുട്ടികളുടെ കുട്ടികൾക്ക് വരുന്ന ഇപ്പൊ കരപ്പൻ പറഞ്ഞു, അതുപോലെ എന്തൊക്കെ തരം രോഗങ്ങളാണ് കുട്ടികൾക്ക് വരാൻ സാധ്യതയുള്ളത്? തൊലിക്ക് തൊലിക്ക് അവർക്ക് കൂടുതലും വരാൻ സാധ്യതയുള്ളത് ഇപ്പോൾ മണ്ണിലൊക്കെ കളിക്കുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാൻ, ഇൻഫെക്ഷൻ കാരണം എന്തെങ്കിലും സ്കിൻ ത്വക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിപ്പോ ഏത് ത്വക്ക് രോഗം വന്നാലും കരപ്പൻ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് എല്ലാവരും പറയുന്നത് കുട്ടികൾക്ക് വരുമ്പോൾ. അപ്പൊ നമുക്ക് അത് എന്താണോ അത് കണ്ടിട്ട് അതിനേത് ദോഷ പ്രിഡോമിനൻസ് ആണെന്ന് നോക്കി അതനുസരിച്ച് ചികിത്സിക്കാം. പിന്നെ അതുപോലെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഇടയ്ക്കൊന്ന് വയറിളക്കുകയോ അല്ലെങ്കിൽ പിന്നെ കൃമി ശല്യം കാണും, അതിനുള്ള മരുന്ന് കൊടുക്കുക. ഇതൊക്കെ എത്ര മാസത്തിൽ കൊടുക്കണം? 6 മാസത്തിലൊരിക്കൽ വയറ് ശുദ്ധീകരിക്കുക കുട്ടികൾക്ക് അത് ചെയ്യുക. പിന്നെ അസുഖം വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടെ അടുപ്പിച്ച് ചെയ്യേണ്ടി വരും. പിന്നെ അതിന് പുറമെ നമുക്ക് പലതരം എണ്ണകളുണ്ട് കുട്ടികൾക്കും, നാൽപ്പാമരാധികേരം അങ്ങനെ തുടങ്ങിയ എണ്ണകളൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അതൊക്കെ ഈ വരുന്നതിൽ നിന്ന് തടയും ഈ അസുഖങ്ങൾ. ഇപ്പം മിക്ക കുട്ടികൾക്കും ഇത് ചെയ്യാറുണ്ട്, ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ തൊലി നല്ലതായിട്ട് ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നാൽപ്പാമരാതി ഇതൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ കാണുന്നത് ഈ കണ്ണിന്റെ താഴെയുള്ള കറുപ്പ്, അതെ, കണ്ണിന്റെ താഴെ വരും. പിന്നെ കഴുത്തിന് ചുറ്റും ഇങ്ങനത്തെ കറുപ്പ് പാടുകൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതിനെന്താണ് ഒരു പ്രതിവിധി ചെയ്യാൻ പറ്റുക? ഇതിനിപ്പോ നമുക്ക് ഉറക്കം ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ എല്ലാവർക്കും അറിയാം ഉരുളക്കിഴങ്ങ്, വെള്ളരിക്ക തുടങ്ങിയ നീരുകളൊക്കെ തേച്ചാൽ നല്ലതാണ്. അതെല്ലാം ശരിയാണ്. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞ ഈ കുങ്കുമാതി തൈലം, അതെ, പിന്നെ രക്തശുദ്ധി വരാൻ വേണ്ടി ഉള്ള കഷായങ്ങള്, ചാരിമാസവും അല്ലെങ്കിൽ ഗുളിച്ചാതി, പത്മഗാതി തുടങ്ങിയ കഷായങ്ങള്, ഇതെല്ലാം ഉപയോഗിക്കാം. അപ്പൊ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ കുറെ ഒരു മാറ്റം വരും. പിന്നെ വേറൊരു മരുന്നുണ്ട് മഞ്ചട്ടി എന്ന് പറയുന്നത്, നമ്മുടെ പിണ്ടതൈലത്തിലൊക്കെ ഉള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ ഈ മഞ്ചട്ടിയുടെ പൊടി പിന്നെ തേനില് അല്ലെങ്കിൽ വെള്ളത്തിൽ കുഴച്ച് മുഖത്ത് തേക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് മുഖത്തിനൊക്കെ ഒരു നിറം മാറ്റം വരാം, അതിന്റെ ആ കറുപ്പൊക്കെ വരാൻ. അതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഗോപിക, എവിടുന്നാ വിളിക്കണേ? ഹലോ, എനിക്ക് ഇപ്പം 18 വയസ്സുണ്ട്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോ എന്റെ കാലിങ്ങോട്ട് അലർജി വന്നതാണ്. പക്ഷെ ആ പാട് ഇതുവരെ മാറുന്നില്ല. അതിന്റെ പുറത്തുകൂടി അലർജി തന്നോണ്ടേ ഇരിക്കുന്നു. അലർജി എന്ന് പറയുന്നത് പൊട്ടി ഒലിക്കുന്നതാണോ അതോ വെറുതെ നിറവ്യത്യാസം? പൊട്ടി ഒലിക്കുന്നതാണ്. മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ഒരുപാട് മരുന്ന് കഴിച്ചു, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, ആയുർവേദ മരുന്ന് കഴിച്ചു. അത് കഴിക്കുമ്പോ പോലും കുറയുന്നില്ല. കഴിക്കുന്ന സമയത്ത് മാത്രം മാറിയിരിക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ പുറത്തൊരു പിന്നെ വരും. അതെ, അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഫോളോ അപ്പ് ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം വരുന്നത്. നമുക്ക് മരുന്ന് കഴിച്ച് ഇപ്പൊ ഈ പറഞ്ഞ ആയുർവേദമാണ് കഴിക്കുന്നതെങ്കിൽ അത് കഴിച്ച് ഈ നേരത്തെ പറഞ്ഞ പോലെ 15 ദിവസം കൂടുമ്പോൾ ഛർദ്ദിപ്പിക്കുകയോ അല്ലെങ്കിൽ ഓരോ മാസവും വിരേചിപ്പിക്കുക, വയറിളക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ആഹാരത്തിലും വളരെയധികം ശ്രദ്ധിക്കണം. പാല്, തൈര് തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങളെല്ലാം കുറയ്ക്കണം. ഉഴുന്ന് അതെല്ലാം കുറയ്ക്കാം. അങ്ങനെ എല്ലാം കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറുള്ളൂ. അതുപോലെ ഈ ശോധന വയറിളക്കിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരിക്കലും ഈ കുഷ്ഠരോഗങ്ങൾ ഒരിക്കലും പുറമേ ഉള്ള ഒരു ചികിത്സ കൊണ്ടോ ഉള്ളിലേക്കുള്ള ഒരു ചികിത്സ കൊണ്ടോ മാത്രം മാറില്ല. അത് എപ്പോഴും ശോധന ചെയ്ത് കളയാൻ, അതാണ് അതിന്റെ പ്രധാന ചികിത്സ എന്ന് പറയുന്നത്. അത് ചെയ്യാതെ എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല. അപ്പൊ നല്ലൊരു ഫിസിഷ്യനെ പോയി കണ്ടിട്ട് കേട്ടോ. ഹലോ ഗോപിക, ഒരു ഫിസിഷ്യനെ കണ്ട് ഈ പറഞ്ഞതൊക്കെ ചെയ്യാം. പറ്റുമെങ്കിൽ ഒരു ആയുർവേദ ആശുപത്രിയിൽ കിടന്ന് തന്നെ എല്ലാ രീതിയിലുള്ള പഞ്ചകർമ്മങ്ങളും ചെയ്യുക. എന്നാൽ മാത്രമേ, ഇതിപ്പോ പറഞ്ഞത് കേട്ടിടത്തോളം കുറച്ച് നാള് പഴക്കമുള്ളതാണ്. ഇപ്പം പ്രോഗ്രാമിൽ ഇപ്പം നമ്മള് നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ട് ഡോക്ടറിന്റെ, അത് നോട്ട് ചെയ്യുക. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ ഗോപിക, താങ്ക് യു ഫോർ കോളിംഗ്. ഇത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ പൊട്ടി ഒലിക്കുന്നത് എനിക്ക് തോന്നുന്ന ആദ്യം വെറുതെ ലേപനങ്ങൾ കൊണ്ടോ തൽക്കാല ശമനം കൊണ്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഇംബാലൻസ് കൊണ്ട് തന്നെ ഉണ്ടാവുന്നതാണോ? അതായത് ഒരിക്കൽ പൊട്ടി വന്നു, അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാവുന്നത് ഇതുകൊണ്ട് തന്നെയാണ്? കാരണം ആ വിഷാംശങ്ങൾ ശരീരത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത് പോയിട്ടില്ല. അതെ, തൽക്കാല ശമനത്തിന് ഇപ്പൊ ആയുർവേദ കഷായങ്ങളാണെങ്കിൽ പോലും തൽക്കാല ശമനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പുറത്ത് കളഞ്ഞാൽ മാത്രമേ അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു സുഖം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും അത് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു കാര്യമാണ് ഡാൻഡ്രഫ്, താരൻ.
അതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ? പറയും ടോട്ടലായിട്ടൊരു പ്രതിവിധി ഇല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ വാസ്തവത്തിൽ ആയുർവേദത്തിൽ അങ്ങനെ ഒരു പ്രതിവിധി ഉണ്ട്. ആയുർവേദത്തിൽ ഈ ധാരണകം എന്നാണ് പറയുന്നത്. ഈ അസുഖത്തിന് നമുക്ക് പിന്നെ പലതരം എണ്ണകൾ ഉണ്ട് തേക്കാൻ. എണ്ണയുണ്ട്, പൊടിയുണ്ട്. അപ്പൊ ഇതെല്ലാം തേച്ച് അത് മാറി, ചിലർക്ക് മാറില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് രക്തമോക്ഷം ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പിന്നെ രക്തത്തിലുള്ള ഒരു ദൂഷ്യം അത് പോയി കിട്ടുമ്പോൾ അതിന് കുറവ് വരും. തീരെ പോവാത്തവർക്ക്, അല്ലെങ്കിൽ നമുക്ക് ബാഹ്യമായിട്ടുള്ളതും അകത്തേക്കുള്ള മരുന്നുകളും കൊണ്ട് അത് മാറ്റാൻ പറ്റും. ഇപ്പൊ സാധാരണ കുട്ടികൾക്ക് വരുന്ന ഡ്രൈ സ്കിൻ കൊണ്ടാണ്. ചിലർക്ക് സോറിയാസിന്റെ ഇതായിട്ട് താരനായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് തലയില്. ഈ പിന്നെ സോറിയാസിസ് നമ്മൾ ആയുർവേദത്തിൽ സിത്മം എന്ന് പറയുന്ന ഒരു രോഗമായിട്ടാണ് ഈ സോറിയാസിന് കൂടുതൽ ഒരു കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ രോഗത്തിന് പൊതുവെ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ അത് ഒരു താരൻ എന്നുള്ള രീതിയിൽ ആൾക്കാർ എടുക്കാറുണ്ട്. അതിനുള്ള താരനുള്ള ചികിത്സ ചെയ്യും, ചിലപ്പോൾ അത് മാറില്ല. അപ്പൊ അങ്ങനെയും ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ ഈ സോറിയാസിസ് എന്ന് പറയുന്ന രോഗത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട്. പ്രത്യേകിച്ച് അതിന് ഏറ്റവും നേരത്തെ ഈ ല്യൂക്കോഡാം അല്ലെങ്കിൽ ശുത്രത്തിന് കാർഗോവിലരി പറഞ്ഞതുപോലെ ഈ സിത്മത്തിന് നമുക്ക് പറ്റിയ ഒരു എണ്ണയുണ്ട്. അത് ഈ വിട്പാല തൈലം എന്ന് പറയുന്നത്. വിട്പാല. അപ്പൊ അത് നമുക്ക് വിട്പാലയുടെ ഇല എടുത്തിട്ട് അത് ഇപ്പം തൈലമായിട്ട് വാങ്ങിച്ചില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ കേരമായിട്ട് വാങ്ങിച്ചില്ലെങ്കിൽ പോലും, ഈ ഇല എടുത്ത് മുറിച്ച് ഒരു പാത്രത്തിൽ ഇട്ട് അതിനകത്ത് 1 കിലോ വെളിച്ചെണ്ണ ഒഴിച്ച് അത് വെയിലത്ത് വെക്കും. ഒരു 7 ദിവസം വെയിലത്ത് വെച്ച്. അത് 1 കിലോ തന്നെ വേണം. ഇട്ട് വെയിലത്ത് വെച്ച് പിന്നെ 7 ദിവസം കഴിയുമ്പോൾ അത് പിഴിഞ്ഞ് അരിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. തലയിലും പുരട്ടാം. ഈ ഇല മരുന്ന് കടയിൽ ലഭ്യമാണോ അതോ നമ്മളല്ലാതെ അങ്ങാടിക്കടകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ അത് എണ്ണ ഒഴിച്ച് വെയിലത്ത് വെച്ച് 7 ദിവസം വെയിലത്ത് വെക്കണം. എന്നിട്ട് അരിച്ച് തലയിലും പുറത്ത്. അതല്ലാന്നുണ്ടെങ്കിൽ അത് വിട്പാലക്കേരമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അതിനേക്കാളും എഫക്റ്റീവ് നമ്മളിത് വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ അത് പുറത്ത് പുരട്ടിയാൽ അത് വളരെ നല്ലതാണ്. അതുപോലെ നേരത്തെ നമ്മൾ ഈ ശുത്രത്തിന് ഉള്ളൊരു ചികിത്സയായിട്ട് പറഞ്ഞല്ലോ, കുരുമുളകും ഇതെല്ലാം തേച്ച് വെയിലത്തിരിക്കുക എന്നുള്ളത്. അതുപോലെ അത് ഇതിനും ഈ സോറിയാസിസ് അല്ലെങ്കിൽ സിത്മം എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇതിന് തന്നെ പല ദോഷത്തിന്റെ കോമ്പിനേഷൻസ് കൊണ്ട് വേറെ ലക്ഷണങ്ങളൊക്കെ വരാം. പിന്നെ വേറൊരു ഇത് വരുന്നത് ഇത് കുറെ കാലം കഴിയുമ്പോൾ ഇത് ആർത്രൈറ്റിസ് ആയിട്ട് മാറാം. സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ രീതിയിലുള്ള ചികിത്സ ചെയ്യേണ്ടി വരും. പക്ഷെ ഇത് ആദ്യമേ ഈ പറയുന്ന ലെവലിൽ തന്നെ നിർത്തി ചികിത്സ തുടങ്ങുകയാണെങ്കിൽ അതിലേക്ക് പോയില്ല. എന്നാലും ഈ സിത്മം പോലുള്ള അവസ്ഥകൾ നമുക്ക് വളരെ ദീർഘകാല ചികിത്സ വേണ്ടി വരും. കാരണം ഒരിക്കൽ നമ്മളെല്ലാം പോയി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു അടുത്ത വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ പിന്നെയും വന്നെന്നിരിക്കും. അതുകൊണ്ട് ഈ പറയുന്ന ശോധന ക്രമങ്ങളൊക്കെ എല്ലാ വർഷവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാസങ്ങളിലൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിനൊരു അതായത് നമ്മുടെ ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ വീട്ടിൽ ഫാമിലിയിലുള്ള എല്ലാവരും എന്ത് രീതിയിലുള്ള ഒരു ഹെൽത്ത് ഒരു കോഴ്സാണ് നമ്മൾ നോക്കേണ്ടത്? ത്വക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ. ത്വക്ക് രോഗങ്ങൾ ജനറൽ ഹെൽത്ത് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഹെൽത്ത് ഗ്ലോ ചെയ്യുന്ന സ്കിന്നിലൂടെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ഹെൽത്ത് റെജിമെൻ അത് നമുക്ക് പിന്നെ ആയുർവേദത്തിൽ തന്നെ ദിനചര്യ പറയുന്നുണ്ട്. ഓരോ ദിവസവും എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഋതുചര്യ ഓരോരോ സീസൺ അനുസരിച്ച് എന്തൊക്കെ ഒരിക്കൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തുടർന്ന് വരികയാണെങ്കിൽ ഇപ്പൊ ഞാനതിൽ ഈ ത്വക്കിനെ മാത്രം ബാധിക്കുന്ന 1-2 കാര്യങ്ങൾ. അഭ്യംഗം എല്ലാ ദിവസവും ചെയ്യാൻ പറയുന്നത്. അഭ്യംഗം എന്ന് പറഞ്ഞാൽ എണ്ണ പുരട്ടുക ദേഹത്ത് ദിവസവും. അഭ്യംഗം ആചരേ നിത്യം എന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും ചെയ്യുക. അതിപ്പോ എല്ലാവർക്കും ഈ പറഞ്ഞില്ലേ എണ്ണ തേച്ച് ഇരുന്ന് അതിനുള്ള ടൈം കിട്ടുന്നില്ല. ആഴ്ചയിൽ ഒരു 3 ദിവസം എങ്കിലും അത് ചെയ്യാൻ പറ്റും. കുറച്ച് അതിന് സമയം ചെലവഴിക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ റിങ്കിൾസ് ഒന്നും വരില്ല. അപ്പൊ എന്ത് എണ്ണയാണ് അതിന് സജസ്റ്റ് ചെയ്യുന്നത്? അത് നമുക്ക് ഞാനിപ്പോ പറഞ്ഞത് ഓരോ സീസണലായിട്ട് നമുക്ക് മാറ്റാം. ഇപ്പൊ ചൂട് സമയത്ത് നമുക്ക് പിണ്ടതൈലം, നാൽപ്പാമരാതി കൈരമൊക്കെ ഉപയോഗിക്കാം. അത് കുറച്ച് കൂളിംഗ് ആണ്, പിത്തശമനമാണ്. ഇപ്പം അല്ലാതെ ഈ കർക്കിടക ആ സമയത്തൊക്കെ ആണെങ്കിൽ, അതായത് വാദം കോപിക്കുന്ന സമയത്താണെങ്കിൽ വാദശമനമായിട്ട് ധാന്യോന്തരോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. അങ്ങനെ ഒരേ എണ്ണ തന്നെ നമ്മൾ എല്ലാ കാലത്തും ഉപയോഗിക്കാം. പക്ഷെ കൂടുതൽ നല്ലത് ഓരോ സീസണായിട്ട് അത് മാറ്റുകയാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ചൂടുകാലത്ത് ഇനിയിപ്പോ നമുക്ക് വരുന്നത് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ചൂടുകുരു ഒരുപാട് പേർക്ക് വരാറുണ്ട്. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ നാൽപ്പാമരാതി കേര ഉപയോഗിക്കാം. നാൽപ്പാമരാതി ചൂർണം ഉണ്ട്, അത് ദേഹം മുഴുവൻ പുരട്ടി പാലിൽ കുഴച്ച് പുരട്ടി കുളിക്കാം.
അല്ലെങ്കിൽ അതുപോലെ കഷായങ്ങൾ, ഗുളൂച്ചിയാതി തുടങ്ങിയ കഷായം, നെയ്യ്, തിക്തക നെയ്യ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചൂടൂര് ധാരാളം വരാൻ സാധ്യതയുള്ള ആൾക്കാരുണ്ട്. കാരണം പിത്തം കൂടുതൽ, പിത്തപ്രകൃതി കൂടുതൽ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ വരുന്നത് തടയാൻ പറ്റും. അപ്പൊ ഈ അഭ്യംഗം ചെയ്യുക, പിന്നെ അഭ്യംഗം ചെയ്യുക, അതാണ് കൂടുതലും. പിന്നെ വ്യായാമം ചെയ്താലും നമ്മുടെ സ്കിന്നിനെ അത് വളരെയധികം സഹായിക്കും. പിന്നെ ഇതുപോലുള്ള നമുക്കിപ്പോ എണ്ണയൊക്കെ പുരട്ടിയിട്ട് പോയി വ്യായാമം അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ പറ്റിയില്ലെങ്കിൽ വേറെ രീതിയിലായാലും പലരും ഈ എക്സസൈസ് ഒക്കെ മുറക്കി ചെയ്യുന്നുണ്ടോ, പക്ഷെ എണ്ണ തേക്കില്ല. എണ്ണയ്ക്കൊരു സമയം, പിന്നെ എക്സസൈസിന് ഒരു സമയം, ഇതൊക്കെ പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അതിനേക്കാളും നല്ല എനിക്കൊരു എണ്ണ മുഴുവൻ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് പോയി എക്സസൈസ് ചെയ്യാം. അപ്പൊ ഒരു അരമണിക്കൂർ നമ്മുടെ എക്സസൈസും ഇത് രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇപ്പൊ വേർതിരിക്കും, എണ്ണ തേച്ചു വേർതിരിക്കും അല്ലേ. അപ്പൊ കുളിക്കുന്നതിന് ഒരു മുമ്പേ തലയിൽ തേക്കരുത്. തലയിൽ നമ്മൾ പിന്നെ, അല്ലെങ്കിൽ ഇപ്പൊ നീർവീഴ്ചയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതനുസരിച്ചുള്ള തളമൊക്കെ വെക്കാം. പിന്നെ അല്ലാതെ തലയിൽ തേച്ചിട്ട് എക്സസൈസിന് വേണ്ട. അപ്പം തലയിൽ ലാസ്റ്റിൽ കുളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ തളം വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. തലയിൽ സാധാരണ ഇതാണെങ്കിൽ ദേഹത്ത് മാത്രം പുരട്ടുക. പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നസ്യം, ഇപ്പൊ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന നസ്യമുണ്ട്. ദിനചര്യയിൽ ചെയ്യാൻ പറ്റുന്ന 2 തുള്ളി വീതം ഇപ്പൊ പറഞ്ഞ പോലെ. അത് നമ്മള് അതെ, വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് ഒരു അണുതൈലം ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ക്ഷീരബല ഉപയോഗിക്കാം. പക്ഷെ ഇങ്ങനെ ഇതുപോലെ മുഖത്ത് പാടുകളോ ഇതൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന് പകരം കുങ്കുമാതി, അല്ലെങ്കിൽ അണുതൈലം, അല്ലെങ്കിൽ ക്ഷീരബല, ഓരോ കണ്ടീഷൻസിലാണ്. എന്നാലും നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് അണുതൈലം. എല്ലാവർക്കും ഉപയോഗിക്കാം, ഈ 2 തുള്ളി വീതം ചെയ്യുകയാണെങ്കിൽ. അതെ, അപ്പൊ അതിന് പകരം കുങ്കുമാതി ഉപയോഗിക്കാം. അപ്പൊ തൊലിക്ക് കുറച്ചുകൂടെ അതെ, ഒരു തെറാപ്യൂട്ടിക്കുമാണ്. ശരി. അപ്പം അത് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് ആഹാരം, ആയുർവേദത്തിന്റെ ഇത് പ്രകാരം കഴിയുന്നതും വെജിറ്റേറിയൻ ആവുക എന്നുള്ളതാണ്. അങ്ങനെയില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ, അങ്ങനെ ഒരു ഇതേ ഇല്ല. ആയുർവേദത്തിൽ വെജിറ്റേറിയൻ ആവണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഓരോ അസുഖത്തിന് അനുസരിച്ച്, പിന്നെ ഓരോ സീസൺ അനുസരിച്ച് നമുക്ക് ഈ പിന്നെ വാദം വർദ്ധിച്ചിരിക്കുന്നൊക്കെ സമയത്ത് നമുക്ക് മാംസരസം, അതായത് സൂപ്പൊക്കെ കഴിക്കാം എന്നാണ് പറയുന്നത്, കഴിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ ഇപ്പൊ ഈ സ്കിൻ ഡിസീസ് ഉള്ളവർക്ക് പോലും ഈ കോഴി മാംസം ഒക്കെ തീരെ പിത്ത ഇതായിട്ടുള്ളവർക്ക് പറ്റില്ല. പക്ഷെ വാദത്തിന്റെ അനുബന്ധമുള്ള രോഗമാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് പറയുന്നത്. പക്ഷെ ഈ സീ ഫുഡ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒഴിവാക്കണം. പിന്നെ ഉഴുന്ന്, തൈര്, മോര് കഴിക്കാം. അതുപോലെ നമുക്ക് ഈ ത്വക്കിന് അസുഖമുള്ളവർക്ക് ആഹാരത്തിൽ തന്നെ ചെയ്യുന്ന വേറൊരു കാര്യമാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം. അത് ഈ കരിങ്ങാലിയോ അല്ലെങ്കിൽ വേങ്ങാക്കാതലോ ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം, അതേ വെള്ളത്തിൽ തന്നെ കഞ്ഞി വെക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ തന്നെ കഞ്ഞി വെക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ മരുന്നിന്റെ ഒക്കെ എഫക്ട് കുറച്ചുകൂടെ ശരീരത്തിൽ വരികയാണ് ചെയ്യുന്നത്. കൂടുതൽ നമുക്ക് കുടിക്കുന്ന വെള്ളം പോലും അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ മരുന്നുകൾ നന്നായിട്ട് കുറച്ചുകൂടെ അതിന്റെ ഫലം കിട്ടും. ശരി. അപ്പോൾ ഇങ്ങനത്തെ ഒരു അതായത് വെജിറ്റേറിയൻ, പലർക്കും ആയുർവേദം എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഒരു കണക്ട് ചെയ്യുന്നത് ഇനി വെജിറ്റേറിയൻ ആവണം എന്നുള്ള. അപ്പോൾ ആ ഒരു സംശയം ഒഴിവായി. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു ശരിക്കും നോക്കിയാൽ അഭ്യംഗം, ഈ പറഞ്ഞ പോലെ അണുതൈലം, അതുപോലെ നല്ലൊരു ആഹാര രീതി, ഈ ജങ്ക് ഫുഡ് ഒഴിവാക്കുക. അത് ഏത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ജങ്ക് ഫുഡ് ഒഴിവാക്കുക. പിന്നെ ഉഴുന്ന് കഴിയുന്നത് ഒഴിവാക്കുക. ഈ ത്വക്ക് ചില രോഗങ്ങൾക്ക് ഉഴുന്ന് മരുന്നാണ്. മൈഗ്രെയിൻ പോലുള്ള അസുഖങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു സാധാരണ റെജിമൻ ആണെങ്കിൽ ഇതൊക്കെ കഴിക്കാം, പക്ഷെ മിതമായിട്ട്. അപ്പൊ എല്ലാം മിതമായിട്ട് കഴിക്കുക. നല്ലൊരു ദിനചര്യ ചെയ്യുക അല്ലേ, നല്ലൊരു ദിനചര്യ, നല്ലൊരു ഋതുചര്യ, അതൊക്കെ ചെയ്യുകയാണെങ്കിൽ പൊതുവെ ഇതെല്ലാം നമുക്ക് അസുഖങ്ങളെല്ലാം വരാതിരിക്കാൻ സഹായിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ശോധന ഇടയ്ക്കിടയ്ക്ക് പല രീതിയിലുള്ളത് ചെയ്തുകൊണ്ടിരിക്കുക. ത്വക്ക് രോഗങ്ങളെ പറ്റി നമ്മൾ കൂടുതൽ പറയുന്നുണ്ട്. ശോധന നിർബന്ധമാണ്. ശോധന ഇല്ലാതെ നമ്മൾ എന്ത് മരുന്ന് കഴിച്ചിട്ടും അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. ശരി. അപ്പം ഇവിടെ വന്ന് പറഞ്ഞു തന്നതിന് വളരെ താങ്ക്സ്. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.